കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ലൈംഗികാതിക്രമ കേസ് പ്രതിയും JDS ഹാസൻ MPയും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്ക് കുരുക്ക് മുറുകുന്നു. പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കർണാടക സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുകയാണ്. പാസ്പോർട്ട് റദ്ദാക്കിയാൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവരാൻ പ്രജ്വൽ നിർബന്ധിതനാവുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ച സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ മാസം 26-ന് ജർമ്മനിയിലേക്ക് കടന്നിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിയും JDS ആചാര്യനുമായ HT ദേവഗൌഡയുടെ കൊച്ചുമകൻ കൂടിയായ പ്രജ്വൽ രേവണ്ണ. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാളെക്കുറിച്ച് വിവരമില്ല. ഇയാൾക്കെതിരെ SIT ലുക്കൌട്ട് നോട്ടീസും ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മടങ്ങിവരുമെന്ന വാർത്തകൾ പ്രചരിച്ചെങ്കിലും പൊടി പോലും ഉണ്ടായില്ല. ഇരയായ സ്ത്രീകളിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പ്രജ്വലിന്റെ പിതാവും മുൻ മന്ത്രിയും JDS നേതാവും ഹോളി നരാസിപൂർ MLAയുമായ HT രേവണ്ണ നേരത്തെ പിടിയിലായിരുന്നു. ഇവരുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്ന 47-കാരിയാണ് ആദ്യമായി പരാതിയുമായി രംഗത്തെത്തിയത്. താനടക്കമുള്ള വീട്ടുജോലിക്കാരികളെ രേവണ്ണയും മകൻ പ്രജ്വലും ചേർന്ന് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയും വീഡിയോ പകർത്തുകയും ചെയ്തുവെന്നാണ് പരാതിയിലുള്ളത്. പരാതിക്കാരിയെ 2019 ജനുവരി മുതൽ 2022 ജനുവരി വരെ പ്രതികൾ പീഡിപ്പിച്ചെന്ന് FIR-ൽ പറയുന്നു. വീട്ടിൽ ജോലിക്ക് കയറി 4-ാം മാസം തന്നെ രേവണ്ണ നിരന്തരം ഫോണിൽ വിളിച്ച് റൂമിൽ വരാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും അവിടെ വച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നു. എന്നാൽ മകനായ പ്രജ്വൽ 100 കണക്കിന് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. സ്ത്രീകളുടെ എതിർപ്പ് വകവയ്ക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും എല്ലാം വീഡിയോയിൽ പകർത്തുകയുമാണ് പ്രജ്വലിന്റെ പരിപാടിയെന്നാണ് പരാതികളിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ പ്രജ്വൽ 2-ാം തവണയും ജനവിധി തേടുന്ന ഹാസനിൽ ഉൾപ്പെടെ ഇയാളുടെ ലൈംഗികാതിക്രമ വീഡിയോകൾ പുറത്തായതോടെയാണ് ഞെട്ടിക്കുന്ന ക്രൂരത ജനമറിയുന്നത്. വീട്ടുജോലിക്കാരികളും സർക്കാർ ജീവനക്കാരികളും ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തായത്. കർണാടകയിലെ വോട്ടെടുപ്പിന് തൊട്ടു മുൻപാണ് വീഡിയോകൾ പുറത്തായത്. ഏപ്രിൽ 26-ന് നടന്ന കർണാടകയിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായാണ് പ്രജ്വലിന്റെ നിരവധി ലൈംഗികാതിക്രമ വീഡിയോകൾ വ്യാപകമായി പ്രചരിച്ചത്. ഇതോടെ JDS ഉൾപ്പെടുന്ന NDAയും പ്രതിരോധത്തിലായി. സ്ത്രീകളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്ന 2900-ത്തിലധികം വീഡിയോകളാണ് പ്രജ്വൽ തന്നെ റെക്കോർഡ് ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇത് ചോർന്നതോടെ വൻ ജനരോഷത്തിന് കാരണമാവുകയും കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുകയും ചെയ്തു. വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ കൂടി ഇടപെട്ടതോടെ കേസ് അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. പ്രജ്വലിനെതിരെ പരാതിയുമായി പാർട്ടി നേതാക്കളായ വനിതകളും രംഗത്തു വന്നു. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി വിവിധ കുറ്റങ്ങളിലായി 3 FIR-ആണ് പ്രജ്വലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തോക്ക് ചൂണ്ടി ബലാത്സംഗം ചെയ്ത് ദൃശ്യം പകർത്തിയെന്നാണ് വനിതാ നേതാവിന്റെ പരാതി. 3 വർഷത്തോളം പീഡനം തുടർന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഇയാളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയും ആശീർവദിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇത് ആയുധമാക്കി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. 400-ലേറെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് വീഡിയോകൾ നിർമ്മിച്ച ബലാത്സംഗിയായ പ്രജ്വൽ രേവണ്ണയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി ഇന്ത്യയിലെ അമ്മമാരോടും സഹോദരിമാരോടും മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. വിഷയം ഇവിടം കൊണ്ടും തീരുന്നില്ല. പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമ വീഡിയോകൾ പ്രചരിപ്പിച്ച കേസിൽ BJP നേതാക്കൾ തന്നെ അറസ്റ്റിലാവുകയും ചെയ്തു. അഡ്വക്കേറ്റ് G. ദേവരാജ് ഗൌഡ, ലേല ഗുണ്ട, ശ്രാവണബലഗോള സ്വദേശികളും പ്രാദേശിക നേതാക്കളുമായ ചേതൻ ലിഖിത് ഗൌഡ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ അശ്ലീല ക്ലിപ്പുകൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച 2 പെൻഡ്രൈവുകളും കമ്പ്യൂട്ടർ CPU-വും SIT ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുകയും ചെയ്തു. ഏപ്രിൽ 22-ന് ഹാസൻ നഗരത്തിലും പരിസരത്തും പ്രജ്വലിന്റെ ലൈംഗികാതിക്രമ ക്ലിപ്പുകൾ പ്രചരിക്കുകയും നിരവധി പെൻഡ്രൈവുകൾ കണ്ടെത്തുകയും ചെയ്തതിന് പിന്നാലെ 23-ന് ഹാസൻ CN പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR-മായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റുകൾ. എന്തായാലും എന്തുകൊണ്ടാണ് പ്രജ്വലിനെ ഇതുവരെ പിടികൂടാനാവാത്തത് എന്നും ആരുടെ തണലിലാണ് അയാൾ വിദേശത്ത് കഴിയുന്നതെന്നുമാണ് ഉയരുന്ന ചോദ്യങ്ങൾ.